ധർമ്മക്ഷേത്രയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ദർശനം പുതുക്കുളങ്ങര ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലേക്കാണ്. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളനാട് ഗ്രാമപഞ്ചായത്തിലാണ് ഈ പുതുക്കുളങ്ങര ഭദ്രകാളി ക്ഷേത്രം. അതായത് നെടുമങ്ങാട്, ആര്യനാട്, വെള്ളനാട് എന്നീ സ്ഥലങ്ങളുടെ ഇടയിലുള്ള ഒരു പ്രദേശമാണ്, ഗ്രാമമാണ് പുതുക്കുളങ്ങര. ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കുടുംബക്ഷേത്രം ഒരു നാടിൻ്റെ മുഴുവൻ ഐശ്വര്യമാകുന്നതും അത് നാട്ടുകാരുടെ മുഴുവൻ പങ്കാളിത്തമുള്ള ഒരു പൊതുക്ഷേത്രമായി മാറുന്നതും ദേവി ചൈതന്യത്തിൻ്റെ കാരുണ്യമാർന്ന പ്രഭാവമാണ്. അതുതന്നെയാണ് ഈ പുതുക്കുളങ്ങര ദേവീക്ഷേത്രത്തിൻ്റെ ചരിത്രവും അതിൻ്റെ പ്രത്യേകതയും അതിൻ്റെ ഐശ്വര്യവും. ഈ ക്ഷേത്ര കവാടത്തെ മനോഹരമാക്കുന്നത് ഇരുഭാഗത്തുമുള്ള നാഗദൈവങ്ങളും ദ്വാരകാപാലകരുമാണ്. കവാടത്തിന് മുകളിലായി ദേശത്തെയാകെ വീക്ഷിച്ചുകൊണ്ട് ദേവിയും ഇരുഭാഗത്തുമായി ശാസ്താവും ഗണപതി ഭഗവാന്റെ രൂപങ്ങളും മനോഹരമായ 2 രൂപങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. ക്ഷേത്രം പ്രധാന റോഡിനോട് ചേർന്നാണ് ക്ഷേത്ര കവാടം കഴിഞ്ഞ് അകത്ത് കിടന്നാൽ നാം ആദ്യം കാണുന്നത് ഉഗ്രരൂപിണിയായ ദാരിക നിഗ്രഹം കഴിഞ്ഞ ദേവിയുടെ ഒരു രൂപം ക്ഷേത്ര ശ്രീകോവിലിൻ്റെ നടപ്പന്തലിന് മുകളിൽ വച്ചിട്ടുണ്ട്. അജ്ഞാനത്തിന് മേൽ ജ്ഞാനശക്തിയുടെ വിജയമാണ് ഈ ഉഗ്ര ഭദ്രകാളി രൂപം കൊണ്ട് നമുക്ക് കിട്ടുന്ന സന്ദേശം. പ്രധാന ശ്രീകോവിലിന് ദർശനത്തിനായി 2 വാതിലുകളാണുള്ളത്. പ്രധാന വാതിൽ കൂടാതെ കിഴക്ക് ഭാഗത്ത് മറ്റൊരു വാതിൽ കൂടിയുണ്ട്. 2 വിഗ്രഹങ്ങളാണ് ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ ഉള്ളത്. ക്ഷേത്രത്തിൽ അഭിഷേകവും പൂജകളും ചെയ്യുന്ന ഒരു വലിയ തിരുമുടിയും പുറത്തെഴുന്നള്ളിക്കുന്നതിന് വേണ്ടിയ ഒരു ചെറിയ തിരുമുടിയുമാണ് ഭക്തർക്ക് ദർശനം നൽകി ക്ഷേത്ര ശ്രീകോവിലിനെ അലങ്കരിക്കുന്നത്. ഈ ഭാഗത്ത് നിന്നും പ്രധാന പ്രദക്ഷിണ വഴിയിലൂടെ നമ്മൾ നടന്നെത്തുന്നത് ഗണപതി ഭഗവാന്റെ അടുത്തേക്കാണ്. പ്രധാന ഉപദേവത ഗണപതി ഭഗവാനാണ്. നിരവധി ഭക്തരാണ് ഇവിടെ ഗണപതി ഭഗവാൻ വിഘ്നങ്ങൾ മാറാനായി തേങ്ങ അടിക്കാനായി എത്തിച്ചേരുന്നത്. സർവ്വ വിഘ്നങ്ങളും മാറുന്ന ഗണപതി ഭഗവാന് തേങ്ങയടിച്ച് ഗണപതി ഭഗവാനെ തൊഴുത് പ്രദക്ഷിണം കഴിഞ്ഞ് നാം എത്തുന്നത് പുറകുവശത്ത് ഒരു കൂറ്റൻ ആൽമരം നിൽപ്പുണ്ട്. വളരെ വളരെ കാലപ്പഴക്കമുള്ള ഒരു ആൽമരമാണ് പുറകുവശത്തുള്ളത്. അതിൻ്റെ ശിഖരങ്ങളൊക്കെ കോതി ഒതുക്കി കേടായ ശിഖരങ്ങളൊക്കെ മുറിച്ചു മാറ്റി നന്നായിട്ട് ആ ആൽമരം ആൾത്തറ കെട്ടി തന്നെ അവിടെ സംരക്ഷിക്കുന്നത് കാണാം. വളരെ സുന്ദരമായ ഒരു ആൽമരം, വളരെ മനോഹരമായ വളരെ വലിപ്പമുള്ളൊരു ആൽമരമാണ് ക്ഷേത്രത്തിനകത്ത് ഇത്തരത്തിൽ സംരക്ഷിക്കപ്പെടുന്നത്. അത് കഴിഞ്ഞ് തൊട്ട് അടുത്തായി നാഗത്തറയാണ്. ഇവിടെ നാഗരാജാവ് നാഗേഷ് എന്നിവരോടൊപ്പം നാഗ കന്യക കൂടി ഉണ്ടെന്ന പ്രത്യേകത കൂടിയുണ്ട്. അത് കഴിഞ്ഞ് യോഗീശ്വരൻ്റെയും പിന്നെ തമ്പുരാൻ്റെയും ശ്രീകോവിലുകൾ തൊട്ടടുത്ത് തന്നെ ചെറിയ ശ്രീകോവിലുകൾ വെവ്വേറെ ഉണ്ട്. ഇത്രയുമാണ് ക്ഷേത്രത്തിലെ പ്രധാന മൂർത്തികൾ. ക്ഷേത്രത്തിൽ ദീപാരാധനയ്ക്കുള്ള സമയമായിരിക്കുന്നു. ദീപാരാധന ആരംഭിച്ചിരിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം അല്ലെങ്കിൽ ചരിത്രം ഇതാണ്. ഇത് പുതുശ്ശേരി എന്ന ഒരു വലിയ കുടുംബ ദേവതയായിരുന്നു ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദേവി. ഈ ദേവിയുടെ മുന്നിൽ തൊഴുത് അനുഗ്രഹം നേടാൻ കുടുംബത്തിന് പുറത്തുള്ളവർക്ക് കൂടി അവസരം കിട്ടുന്ന തരത്തിൽ, സൗകര്യം കിട്ടുന്ന തരത്തിൽ കാരണവന്മാരുടെയും കുടുംബക്കാരുടെയും നിശ്ചയത്തിന് പ്രകാരം ഇനി കാണുന്ന സ്ഥലത്ത് മണ്ണ് പുതച്ച് ഓല കെട്ടി ഒരു ചെറിയ കണ്ണാടി പ്രതിഷ്ഠ കൊണ്ടുവന്ന് വെള്ളിയാഴ്ചകളിൽ മാത്രം പൂജ ചെയ്യുകയും ആയത് തിരികെ കൊണ്ടുപോകുകയുമാണ് മുൻകാലങ്ങളിൽ ചെയ്തിരുന്നത്. തലമുറകൾ കഴിയവേ ദേവീ ചൈതന്യം വർദ്ധിക്കുന്നതായി കണ്ട് ഇവിടെ തന്നെ സ്ഥിര പ്രതിഷ്ഠയാക്കി വെച്ച് പൂജിക്കുകയും കുടുംബക്കാരും നാട്ടുകാരും അതിൽ പങ്കാളികളാവുകയും അങ്ങനെ പൂജ ചെയ്ത് പോരുകമേ ആയിരുന്നു ഉണ്ടായിരുന്നത്. വാർഷികോത്സവവും അതോടനുബന്ധിച്ച് നടത്തിപ്പോരുന്നു. ആദ്യകാലങ്ങളിൽ ഉത്സവ സമയത്ത് തിരുമുടി ഇല്ലാത്തതിനാൽ പുറത്തുനിന്ന് തിരുമുടി എത്തിച്ചാണ് ഇവിടെ പൂജകളും മറ്റും ചെയ്തു പോന്നിരുന്നത്. അതിനുശേഷം പുതുശ്ശേരി കുടുംബത്തിൽ നിന്ന് തന്നെ ലക്ഷണമൊത്ത വരിക്കപ്രാവിൽ കൊത്തിയുണ്ടാക്കിയ വളരെ സുന്ദരമായ വളരെ മനോഹരമായ ദേവി ബിംബം ഇവിടെ എത്തിച്ച് പ്രതിഷ്ഠിച്ച് സ്ഥിര പ്രതിഷ്ഠയാക്കി പൂജ ചെയ്തു വരുന്നു. ഭക്തരുടെ പങ്കാളിത്തവും ദേവീ ചൈതന്യവും വർദ്ധിക്കുന്നതിനനുസരിച്ച് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ മുടങ്ങാതെ പൂജകളും ചെയ്തു പോകുന്നു. ഇപ്പോൾ വലിയ തിരുമുടി കൂടാതെ എഴുന്നള്ളത്തിന് വേണ്ടി മറ്റൊരു ബിംബം കൂടി ക്ഷേത്രത്തിൽ ഉണ്ട്. ക്ഷേത്രത്തിൽ രാവിലെ 5:30 മുതൽ 9:30 വരെയും വൈകിട്ട് 5 മണി മുതൽ 8 മണി വരെയുമാണ് പൂജാസമയം. ക്ഷേത്രത്തിൽ കുങ്കുമ അർച്ചനയാണ് പ്രധാന വഴിപാട്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത, ഈ ക്ഷേത്രത്തിൽ സാരി നടക്കി വെക്കുന്ന ഒരു നേർച്ചയുണ്ട്. അതായത് മംഗല്യഭാഗ്യം വൈകുന്നവർക്കും സമയത്തിന് മംഗല്യം നടക്കാനുള്ളവർക്കുമൊക്കെയാണ് ഈ ഒരു നേർച്ച ചെയ്യുന്നത്. ക്ഷേത്രത്തോട് ചേർന്ന് ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് വളരെ വലിയ ഒരു കല്യാണ മണ്ഡപവും ട്രസ്റ്റ് പണിയെടുപ്പിച്ചിട്ടുണ്ട്. 1000-ലധികം പേർക്ക് ഒരേ സമയം ഇരുന്ന് പങ്കെടുക്കാൻ കഴിയുന്ന തരത്തിലാണ് ആ ഒരു മണ്ഡപം പണിയിച്ചിരിക്കുന്നത്. മാത്രമല്ല വളരെ വിശാലമായ ഒരു പാർക്കിംഗ് സൗകര്യവും ഇവിടെ ഉണ്ട്. അത് മറ്റൊരു പ്രത്യേകതയാണ്. നെടുമങ്ങാട് നിന്ന് ആര്യനാട് റൂട്ടിൽ വരുന്നവർ പുതുക്കുളങ്ങര ജംഗ്ഷനിൽ നിന്നും
വലത്തേക്ക് തിരിഞ്ഞ് ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരം എത്തിയാൽ ക്ഷേത്രത്തിലെത്താം. നെടുമങ്ങാട് നിന്നും വെള്ളനാട്ടേക്ക് പോകുന്നവർ മുണ്ടാല ജംഗ്ഷൻ കഴിഞ്ഞ് ഇടത്തോട്ട് തിരിഞ്ഞ് അല്പദൂരം യാത്ര ചെയ്താലും ക്ഷേത്രത്തിലെത്താം. ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും ഐതിഹ്യവും കൂടുതൽ പേരിലെത്തിക്കുന്നതിലേക്കായി വീഡിയോ ഷെയർ ചെയ്യുക. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക. ധർമ്മക്ഷേത്രയ്ക്ക് വേണ്ടി എം ഹരീന്ദ്രൻ, ഫൈറ്റർ TV.